ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം എല്ലാവർക്കും ഒന്ന് കലങ്ങി തെളിയാൻ പോവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യയ്ക്ക് അബിയെ കുറച്ച് സംശയമൊക്കെ ആകാണ് ചന്തുപോളുടെ കാര്യത്തിൽ. അപ്പോൾ അബിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടിയിട്ട് അബിയാണെങ്കിൽ പോയി അനഘയെ കൊല്ലാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ നന്ദു ഇതിൽ ഇടപെടുകയാണ്. അങ്ങനെ നന്ദുവിന് നല്ല രീതിയിൽ സംശയം തോന്നുകയാണ് അബിയെ കേട്ടോ ചന്തുമോളുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ അബി ചെയ്തു കൂട്ടിയിരിക്കുന്ന കള്ളത്തരങ്ങളും പുറത്ത് കൊണ്ടുവരികയാണ് നമ്മുടെ നന്ദു. എന്താണെന്ന് വെച്ചാൽ മൂർത്തീസ് ജ്വല്ലറിയിൽ ചില കള്ളത്തരങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ, ആ കേസിലും കൂടി അബിയെ പിടിക്കുകയാണ്. അങ്ങനെ അബിയെ കുത്തിന് പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് നന്ദു കേട്ടോ സ്റ്റേഷനിലേക്ക്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി വിശേഷങ്ങളാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ പറയാണ് അബിയോട്, ദേ എനിക്കൊരു കാര്യത്തിൽ നിന്നെ നല്ല സംശയമുണ്ട്. എപ്പോഴും ചന്തുമോളുടെ കാര്യം പറയുമ്പോൾ നയനയും ആദർശേട്ടനും പറയുന്നത് ഞങ്ങളെല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ ഞാൻ ദുഃഖിക്കേണ്ടി വരണമെങ്കിൽ അത് നിൻ്റെ കൊച്ചായിരിക്കണമല്ലോ. അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവരതായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് പറയാണ്. അപ്പോൾ അബി പറയാം, നവ്യേ നിനക്കെപ്പോഴും എന്നെ സംശയമാണോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെയൊന്നും ഉള്ള കാര്യമല്ല എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉള്ള കാര്യമല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഇനി എങ്ങാനും നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ദേ പറഞ്ഞതിനൊന്നും മാറ്റമില്ല, നിന്നെ കൊല വിളിക്കും ഞാൻ എന്ന് പറയാണ് നവ്യ. അപ്പം നമ്മുടെ അബിക്ക് അങ്ങ് ടെൻഷനാവുകയാണ് കേട്ടോ. അബി മനസ്സിലിങ്ങനെ ആലോചിക്കുക, ദൈവമേ ഇവളിങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എങ്ങാനും ആദർശം നയനയും കൂടി ആ സത്യം വിളിച്ച് പറഞ്ഞെങ്കിൽ അത് നവ്യ അറിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാം. ഒന്നെങ്കിൽ അവൾ എന്നെ തട്ടും, ഇല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്ന് നരകിക്കും. നവ്യയും എനിക്കെതിരെ കേസ് കൊടുക്കും. അതുപോലെ തന്നെ അനഘയോട് ഈ ദ്രോഹം ചെയ്തതിന് അതും എനിക്ക് പണിയാവും. എന്തായാലും എൻ്റെ കാര്യം പോക്കാം. ഇനിയിപ്പോൾ ആ അനഘ എന്ന് പറയുന്നവർ അങ്ങ് ഇല്ലാതായാൽ മതിയായിരുന്നു. അവളുടെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. ആദർശനും നയനിക്കൊക്കെ ഇത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അനഘ എങ്ങാനും ബോധം വന്നാൽ നവ്യ അനഘയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ അനഘയെല്ലാം പറയും. ആദർശൻ നയനി അങ്ങനെ ചിലപ്പോൾ പറഞ്ഞില്ലെന്ന് വയ്ക്കും നവ്യയെ ഓർത്തിട്ട്. പക്ഷേ അനഘയുടെ വായിൽ നിന്നെങ്ങാനും ആ സത്യം നവ്യ അറിഞ്ഞാൽ എന്താ ചെയ്യുക? ഇത് വല്ലാത്തൊരു തൊല്ലയായല്ലോ. ആ കൊച്ചാണ് ഇവിടെ ആദർശിൻ്റെ കൊച്ചാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് താനും. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? എന്തായാലും അനഘയുടെ അടുത്തേക്കൊന്ന് പോകാം, അവളെ ചെന്ന് ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ അവളെ അങ്ങ് തട്ടണം. അവളില്ലാതായാൽ തന്നെ സമാധാനം കിട്ടും. ഈ നേരെ അനഘയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അബിയുടെ ടെൻഷൻ കൊണ്ട് അബിക്ക് അവിടെ ഒന്നും ഇരിക്കാനേ പറ്റുന്നില്ല. കാരണം അനഘയുടെ ഈ വിവരം നവ്യ അറിഞ്ഞാൽ പണിയാവുമെന്ന് അബിക്കറിയാം. അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞാൽ അതിനെതിരെ കേസൊക്കെ കൊടുക്കുകയും അകത്ത് പോവുകയും ചെയ്യാമെന്നറിയാം. അപ്പോൾ എന്തായാലും വേണ്ടില്ലെന്ന് വെച്ചാൽ അനഘയുടെ വീട്ടിലേക്ക് ചെല്ലാണ് അബി. അവിടെ ആ സമയം ജോലിക്കാരി ഇല്ലാത്ത സമയമാണ് കേട്ടോ. അപ്പോൾ ചെന്നിട്ട് അനഘയുടെ അടുത്ത് ചെല്ലുമ്പോൾ അനഘയ്ക്ക് ആകെപ്പാടെ വിറയലും വെപ്രാളും എല്ലാം വരികയാണ്. അബിയെ കാണുമ്പോൾ പേടിക്കുകയാണ് കേട്ടോ അനഘ. അപ്പോൾ അടുത്ത് ചെന്നിട്ട് അബി കയ്യിലൊക്കെ പിടിക്കുക. എന്ന് പറയുക, എടി ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നിനക്ക് ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ കൊച്ച് അനന്തപുരിയിൽ അവിടെ ആദർശിൻ്റെ കൊച്ചായിട്ട് വളരുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ സത്യം, ആ കൊച്ച് എൻ്റെ ആണെന്നുള്ള സത്യം ആ വീട്ടിൽ വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ നവ്യ അവൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും പരാതി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീ അറിയും. കാരണം ഇപ്പം നീ ജീവശവം പോലെ ഇങ്ങനെ കിടക്കല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നിനക്ക് ഉണ്ടായാൽ, നീ നാക്ക് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്നെ ഞാനങ്ങ് തീർക്കും, നീ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ കയ്യിലൊക്കെ പിടിച്ച് തിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അനഘയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. ആകെപ്പാടെ പേടിയൊക്കെ ആയിട്ട് കണ്ണിക്കൂടെയൊക്കെ വെള്ളം ഉരുണ്ട് ചാടുന്നുണ്ട്. ദുഷ്ടൻ അബി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് പൊക്കുമ്പോഴാണ് കേട്ടോ ആ ജോലിക്കാരി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കുക, എന്താ സാറേ ഇത്, എന്താ കാണിക്കുന്നത്, എന്താ ആ കുട്ടിയെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ വെറുതെ സംസാരിക്കുമായിരുന്നു ചില കാര്യങ്ങൾ. ആദർശേട്ടൻ്റെ കൊച്ച് തന്നെയാണോ അത് എന്ന് ഇവളോട് ഞാൻ ചോദിക്കുമായിരുന്നു. ഇവളൊന്നും വാ തുറന്ന് പറയുന്നില്ലല്ലോ. അവിടെ ആദർശേട്ടൻ്റെ കൊച്ചാന്നും പറഞ്ഞാൽ ഇവളുടെ കൊച്ച് വളരുന്നത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞ് അബി അങ്ങ് പോവാം. പക്ഷേ അതേസമയം ഈ ജോലിക്കാരിക്കൊരു സംശയം തോന്നുകയാണ് കേട്ടോ ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ അനഘ ആകപ്പാടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അനഘയെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും ജോലിക്കാരി പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിളിക്കുക പോലീസ് സ്റ്റേഷനിലേക്ക് നന്ദുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ ഇവിടെ അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി
വയ്യാതെ കിടക്കുന്നുണ്ട്. ആ അനന്തപുരിയിലെ അബി എന്ന് പറയുന്ന ആ പയ്യൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അനഘയെ കുറേ ഭീഷണിപ്പെടുത്തുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ആരും ഇല്ലാത്ത സമയത്ത് അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് മേഡം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് പറയുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരി ഞാൻ വരാം, എനിക്ക് അനഘയൊന്നും അല്ലെങ്കിലും കാണണം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദു കൂടി അങ്ങ് വരികയാണ്. വന്നു കഴിയുമ്പോൾ അനഘ ഇങ്ങനെ കിടക്കുന്നിടത്ത് വന്ന് നിൽക്കുകയാണ് നന്ദു. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, എന്തിനാ വിഷമിക്കുന്നത്? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ നയനയുടെയും നവ്യയുടെയും അനിയത്തി നന്ദുവാണ് ഞാനെന്ന് പറയാണ്. എനിക്ക് എല്ലാ വിവരങ്ങളും അറിയാം. ഇക്കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സംശയങ്ങളൊക്കെ സത്യമാവാൻ വഴിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചന്തുമോള് ആദർശേട്ടൻ്റെ കുഞ്ഞല്ലെന്നറിയാം. ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ആദർശേട്ടൻ്റെ തലയിലേക്ക് എല്ലാ തെറ്റുകളും വച്ചു കൊടുത്തിരിക്കുകയാണ് മറ്റുള്ളവരെല്ലാവരും കൂടി. അബിയാണ് പ്രധാനപ്പെട്ടതായിട്ട് അത് ചെയ്യുന്നത്. ആദർശേട്ടൻ പക്ഷേ സ്നേഹത്തോടു കൂടി തന്നെ അതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതും ഞങ്ങൾക്കറിയാം. അല്ലാതെ ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ചേച്ചിയോട് ചെയ്യില്ല. അല്ലാതെ ആരോടും ചെയ്യാൻ ആദർശേട്ടന് പറ്റിയേയില്ല. ഇപ്പോഴും ചന്തുമോളെ എൻ്റെ ചേച്ചിയും ആദർശേട്ടനും സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹത്തോടെ കൊണ്ട് വളർത്തുകയാണ്. അത് ഓർത്ത് അനഘ വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇവിടെ വന്ന് ഈ കാട്ടാളത്തരം കാണിച്ചിട്ട് പോയില്ലേ അവൻ അബി, അവൻ്റെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തി അവനെ പൂട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അനഘ ഇക്കാര്യത്തിലൊന്നും പേടിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നന്ദു. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരും. എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ആദർശേട്ടൻ. ആദർശേട്ടൻ തെറ്റ് ചെയ്യാതെ ഇങ്ങനൊരു ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. അബിയും എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. പക്ഷേ അവൻ ആളത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു പോവാണ്. അപ്പോൾ തൊട്ട് നന്ദുവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട് കേട്ടോ, ഇതിലെന്തോ സത്യമുണ്ട്. ഇപ്പോൾ ചെന്ന് അഭി ആ അനഘയെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ആദ്യം മുതലേ എനിക്ക് ഈ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അത് സത്യം തന്നെയാണ്. അഭിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെന്നുള്ള കാര്യം നയനേച്ചി ആദർശേട്ടനും എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ അത് തെളിയിച്ചെടുത്ത് അവനെ പൂട്ടണം. അവൻ ഇതുപോലെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അനന്തപുരിയിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ട് അവിടെ വലിയ ആളായിട്ട് ചമ്മഞ്ഞ് നടക്കുകയാണ്. പാവ ആദർശേട്ടനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇപ്പോഴും നയനേച്ചി എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവനും അവൻ്റെ അമ്മയും കൂടി അനന്തപുരിയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം നയനേച്ചി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ആ അബിയും അവൻ്റെ അമ്മയും കൂടി ശ്രമിക്കും. കാരണം നവ്യേച്ചിയുടെ കാര്യത്തിൽ അവരങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഇപ്പോൾ ഇതും അസൂയ കൊണ്ട് ചെയ്യും. അതിനു മുമ്പ് അബിയെ പൂട്ടണം. ഇനി ഒരു തെറ്റുകൂടി അവൻ ചെയ്യാൻ പാടില്ല. അവൻ കാരണം എൻ്റെ ചേച്ചിമാർ കരയാൻ പാടില്ല. എൻ്റെ നവ്യേച്ചി അവൻ പറ്റിച്ചാണ് ജീവിക്കുന്നത്. പാവം നവ്യേച്ചി ഇതൊക്കെ അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമെന്ന് ഓർത്തിട്ടാണ് നയനേച്ചി ഇതൊന്നും പറയാതിരിക്കുന്നത്. എന്തായാലും അബിയെ ഇനി വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നിങ്ങനെ മനസ്സിലോർക്കാം. അതിനുശേഷം നന്ദു അന്വേഷണങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പം ജുവല്ലറിയിലെ ആ കേസിൽ മുത്തശ്ശൻ കൊടുത്ത കേസ് കാണുകയാണ്. കണ്ടിട്ട് മുത്തശ്ശനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഒരു കാര്യം ചോദിക്കാനാണ്. അന്ന് ആ മൂർത്തീസ് ജുവല്ലറിയിൽ ഉണ്ടായ കള്ളത്തരയില്ലേ, കള്ളസ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി വെട്ടിപ്പ് നടത്തിയത് അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരാതി നൽകിയിരുന്നല്ലോ. ഇതിനു മുമ്പത്തെ SI ശരിയായ രീതിയിൽ അത് അന്വേഷിക്കാതിരുന്നത് കൊണ്ട് അതങ്ങ് അവിടെ ഇവിടെയും തൊടാതെ പോയി. ഇപ്പോൾ പക്ഷേ ആ കേസ് ഒന്നുകൂടി അന്വേഷിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ് നന്ദു. തെറ്റ് ചെയ്തത് ആരാണേലും അത് കണ്ടെത്തണം. അതിനി നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയണം. അപ്പം നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട് മുത്തശ്ശ, അത് അബിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവ് കിട്ടാതെ ഞാനതൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അക്കാര്യത്തിൽ എനിക്കും നല്ല സംശയമുണ്ട്. നമ്മുടെ ജുവലറിക്ക് അകത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് അബി തന്നെയായിരിക്കും. അവിടുത്തെ സ്റ്റാഫുകളും അവനെ പേടിച്ച് ചിലപ്പോൾ അനുസരിച്ചിട്ടുണ്ടാവും. പക്ഷെ മോളെ അതിനൊക്കെ തെളിവ് വേണം. തെളിവില്ലാതെ അവൻ്റെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. ഇനി അബിയാണ് ചെയ്തതെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് മുത്തശ്ശൻ തീർത്തു പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാണ്, ഞാനിതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നന്ദു നേരെ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ ഫയലൊക്കെ നോക്കിയിട്ട് നേരെ ചെല്ലുന്നത് പഴയ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. ഈ കള്ളസ്വർണ്ണം മുഴുവൻ പണിത് കൊടുത്ത അബിയുടെ കൂട്ടുകാരൻ സ്വർണ്ണപ്പണിക്കാരൻ, അയാളാണ് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നന്ദു ചെന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്.
ഒന്ന് പുറത്തേക്ക് വരണമെന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്തിനാ ഞാനിപ്പോൾ പുറത്തേക്ക് വരേണ്ട കാര്യം എന്താ? ആ കേസ് അന്വേഷണമൊക്കെ ക്ലോസ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കേസ് അന്വേഷണമൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും താൻ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ആ കേസ് വീണ്ടും അന്വേഷിക്കാൻ പോവാണ്, ഞാനാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം, സത്യം തന്നെ എന്നോട് പറയണമെന്ന് പറയാം. അപ്പം അയാൾ പറയുന്നുണ്ട്, ഓ മേഡാണോ അന്വേഷിക്കുന്നത്? എന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അനന്തപുരി തറവാട്ടിലെ ആൾ തന്നെയല്ലേ മേഡം, മേഡത്തിൻ്റെ ചേച്ചിയല്ലേ അഭിസാർ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അഭിസാറിനെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പോലും അത് മേഡം അങ്ങ് ഒഴിവാക്കി വിടുമല്ലോ, നമുക്കിനി നമ്മുടെ കൊച്ച അന്വേഷിക്കുന്നത് കാരണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം എന്തു പറയാം, താൻ എന്താണോ പറഞ്ഞത്, തൻ്റെ ഈ വർത്തമാനമൊക്കെ അങ്ങ് നിർത്തിക്കോണം, ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിനാണ് ഞാൻ വന്നത്, ചോദിക്കുന്നതെല്ലാം മണി പോലെ ഉത്തരം പറഞ്ഞോണമെന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ ഈ രീതിയിലാണോ, ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ വർഷങ്ങളായിട്ട് പണിക്കാരനാണ്, എൻ്റെ അച്ഛനും മുത്തശ്ശനും എല്ലാം ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാരായിരുന്നു, പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്, ഇവിടെ ഞങ്ങൾ ഒരു തട്ടിപ്പും കാണിച്ചിട്ടില്ല, മൂർത്തി സാറിന് എന്നെയും അതുപോലെ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, മൂർത്തി സാറിന് തന്നെ വിശ്വാസമുണ്ട്, പക്ഷെ താൻ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്, താനാണ് ആ സ്വർണ്ണമെല്ലാം പണിതിരിക്കുന്നത്, ആഭരണങ്ങളാക്കിയിരിക്കുന്നത്, അത് കള്ള സ്വർണ്ണമാണോ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് തനിക്ക് ശരിക്കും അറിയാം, തന്നെ കൊണ്ട് ആരാണ് ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് താൻ പറഞ്ഞാൽ മതി, ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ വെട്ടിപ്പ് നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് പറയുമ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുക, എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ആദർശ് സാറല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ആദർശ് സാർ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ, അവരുടെ സ്വന്തം ജ്വല്ലറിയല്ലേ, പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വരുന്ന സ്വർണം എല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടെന്നല്ലാതെ അത് കള്ള സ്വർണ്ണമാണോ നല്ല സ്വർണ്ണമാണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോഴേക്കും നന്ദു അയാളുടെ കുത്തിന് പിടിക്കുക, എന്നിട്ട് ചോദിക്കുക, ഇനി താൻ സത്യം പറയാനൊന്നും വിചാരിച്ചിട്ടില്ലല്ലേ, താൻ ഇനി ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചാൽ ഉണ്ടല്ലോ, തന്നെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിട്ട് തല്ലി ചതക്കി ഞാൻ, എന്നിട്ട് തന്നെ കൊണ്ട് മണിയായിട്ട് സത്യം പറയിപ്പിക്കും, അത് വേണോടോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ അങ്ങ് പേടിച്ചു പോയിട്ട് നന്ദുവിനോട് പറയാം, അയ്യോ മേഡം ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, പക്ഷേ ഞാനൊരു കള്ളത്തരവും ചെയ്തിട്ടില്ല, സത്യം മുഴുവൻ ഞാൻ മേഡത്തിനോട് പറയാം, ഈ വീട്ടിലെ ആൾ ഈ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നോട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പം ഞാൻ ഇവിടുത്തെ സ്റ്റാഫായ ഞാനത് ചെയ്തില്ലെങ്കിൽ എൻ്റെ പണി പോവുമല്ലേ, പണി പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെയാണ്, എനിക്ക് 2-3 കുട്ടികളും ഒക്കെ ഉണ്ട്, അവരെ വളർത്താനൊക്കെ പണം വേണ്ടേ, അപ്പോൾ പിന്നെ ജോലി ഇല്ലാതായാലും എങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അതിനൊക്കെ കൂട്ടു നിന്നെന്നുള്ളത് സത്യമാണ്, അത് പുറത്തൊരാൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, ഈ ജ്വല്ലറിക്കകത്ത് അവകാശമുള്ള ഒരാൾ തന്നെയാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നന്ദു ചോദിക്കുക, അതാരാ പറഞ്ഞത്, അബിയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാനാണ്. അപ്പോൾ അയാൾ ഞെട്ടിപ്പോവുക, മേഡത്തിന് എങ്ങനെ മനസ്സിലായി അബിസാറാണ് ഇത് പറഞ്ഞതെന്ന്? അബിസാറാണ് എന്നോട് പറഞ്ഞത് കേട്ടോ, അബിസാറ് കുറച്ചധികം സ്വർണം കിട്ടിയിട്ടുണ്ട്, അതിങ്ങനെ ആഭരണങ്ങളാക്കി വിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ലെന്നും കുറച്ചധികം ലാഭം നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ കിട്ടുമെന്നും പറയാണ്. അങ്ങനെ ലാഭം കിട്ടുന്നത് എന്തിനാ, വേണ്ടാതെ വയ്ക്കുന്നത് കാര്യമില്ലല്ലോ, പിന്നെ മുത്തശ്ശൻ ഈ കാര്യം അറിഞ്ഞാൽ അതൊന്നും സമ്മതിക്കില്ല എന്ന് അബിസാറ് പറഞ്ഞു, മൂർത്തി സാർ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല, അതുകൊണ്ട് ഭയങ്കര നേരെ പോകുന്നുള്ള സ്വഭാവമാണ് മൂർത്തി സാറിന്, അതുകൊണ്ട് മുത്തശ്ശൻ തൽക്കാലം ഇതൊന്നും അറിയണ്ടെന്ന് അബിസാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്ത് ആരോടും പറയാതിരുന്നത്, അതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിക്ക് നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ, പിന്നെ ഇങ്ങനെയുള്ള ചില തരികടയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ദയവേത് എന്നോട് ക്ഷമിക്കണം, എന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തരുത്, എൻ്റെ കുടുംബം വഴിയാധാരാക്കരുത്, വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഇല്ലാതാക്കരുതെന്നൊക്കെ പറഞ്ഞ് അയാൾ കൈ കൂപ്പി തൊഴുക. അപ്പം നന്ദു പറയുന്നുണ്ട്, തനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നല്ലേ, ഇന്നലെ ജനിച്ച കുഞ്ഞാണല്ലോ താനും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അബിക്ക് കൂട്ടുനിന്നത്, അബി തനിക്ക് എത്ര രൂപ കമ്മീഷൻ തന്നെന്ന് ചോദിക്കുക. അപ്പം അയാൾ പറയുന്നുണ്ട്, അയ്യോ എനിക്ക് കമ്മീഷനൊന്നും തന്നിട്ടില്ല, ഞാൻ അങ്ങനെ കള്ളത്തരത്തിൽ പണം ഉണ്ടാക്കുന്ന ഒരാളൊന്നും അല്ല, ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് തന്നെ ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയാം, തൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ എടുത്ത് ഞാൻ കാണിക്കട്ടെ, അബി തനിക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ വെട്ടിലായി പോവുക കേട്ടോ. അയാൾ പറയാം, മേഡം അയ്യോ എന്നോട് ക്ഷമിക്കണം, കുറച്ച് പണമൊക്കെ അബിസാറ് തന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ വാങ്ങിയത്, എനിക്കത് വാങ്ങാതിരിക്കാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പം ഞാൻ ചെയ്തു പോയി എന്നുള്ളത് തെറ്റാണ്, ഞാൻ എന്ത് ശിക്ഷ വേണേലും അനുഭവിച്ചോളാം, ദയവേത് എൻ്റെ ജോലി കളയരുത് എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇത്രയൊക്കെ പണി ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ട് തൻ്റെ ജോലി കളയരുതെന്ന് താൻ പറയുന്നു എന്ന് ചോദിക്കുക. എന്നിട്ട് നന്ദു നേരെ പോകുന്നത് അബിയുടെ അടുത്തേക്കാണ് കേട്ടോ. അബിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും മുത്തശ്ശനും എല്ലാവരും ഉണ്ട് അവിടെ ആനന്ദപുരിയിൽ.
അപ്പം നന്ദു പോലീസ് വേഷത്തിൽ വന്ന് ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ജലജ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ എന്തിനാണാവോ ഇവള് പോലീസ് വേഷത്തിലൊക്കെ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ആരെ അറസ്റ്റ് ചെയ്യാനാ? അവളുടെ ചേച്ചിയുടെ ഭർത്താവിനെ തന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കും. ദേ ആദർശിനെ. എന്തിനാ? ആ വിഹിതത്തിലൊരു കുഞ്ഞുണ്ടായി ഒരു പെണ്ണിനെ ചതിച്ച് പണ്ടാരടങ്ങി വെച്ചിരിക്കുകയല്ലേ, എന്നിട്ടും അവൻ സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ആ അനാമിക എന്തെല്ലാം കാര്യങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെട്ടിത്തുറന്ന് പറഞ്ഞത്. മനുഷ്യന് പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്യാനായിരിക്കും, അല്ലാതെ ആരെ അറസ്റ്റ് ചെയ്യാനാണ് ഇവളിങ്ങോട്ട് കെട്ടി എഴുന്നള്ളതെന്ന് പറയുക. അപ്പം ജാനകിയും പറയാം, യോ ആണ്ട് അവൾ വരുന്നുണ്ട്, എനിക്ക് അവളെ കാണുന്നത് തന്നെ ദേഷ്യ. എന്തിനാണോ അനിയെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും എന്ന് പറയുക. അപ്പോൾ നന്ദു കയറി വരുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, എന്താ നന്ദു, എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഈ വേഷത്തിലെന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മൂർത്തി സാറേ, സാറിനോട് ഇതൊക്കെ പറയാനും ഉണ്ടെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്താന്ന് വെച്ചാൽ പറയാന്ന് പറയാന്. ഈ അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാ. അന്ന് സാർ ഒരു കേസ് കൊടുത്തിരുന്നില്ലേ, സ്വർണ്ണക്കടത്തിൻ്റെ കള്ളസ്വർണം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചതും ആഭരണങ്ങളാക്കി വിൽക്കാൻ അവിടെ ഒരാൾ കൂട്ടുനിന്നതും അതിൻ്റെ ആ ഒരു തെറ്റുകാരനെ കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നാന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുക, ആരാ? അബി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ജലജ ചാടി വീഴുക, അബിയോ? എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്നത്? അബി എന്ത് ചെയ്തെന്നാ പറയുന്നത്? അബിക്ക് ആകെപ്പാടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അതവൻ മര്യാദയ്ക്ക് നോക്കിക്കണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മുഴുവൻ ബ്രാഞ്ചും നോക്കുന്ന ആദർശന് ഒരു കുറ്റവും ഇല്ല. ആദർശ് തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് ദേ ഇപ്പോൾ എല്ലാവരും കൂടെ കറങ്ങി തിരിഞ്ഞ് അബിയുടെ തലയിലേക്ക് വെക്കുന്നു. അച്ഛനും അങ്ങനെ തന്നെ പറയുന്നു, എല്ലാ കുറ്റങ്ങളും അബിയുടെ തലയിൽ വെക്കുകയാണ്. അതുപോലെ ചന്തുമോൾ എന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്, ആദർശിൻ്റെ കൊച്ച്. എന്നിട്ട് അബിയെങ്ങാനുമായിരുന്നു അത് ചെയ്തെങ്കിലോ? ആദർശ് ചെയ്തിട്ട് അതൊരു തെറ്റുമില്ല. അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് ചെയ്ത ദ്രോഹത്തിനും ഒരു തെറ്റുമില്ല. അതിനൊക്കെ നീ അറസ്റ്റ് ചെയ്യുമോ എന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ് കേട്ടോ ജലജ. അപ്പോഴേക്കും നന്ദു പറയാ, ചെയ്യും. അനഘയോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും, അതുപോലെ തന്നെ ചന്തുമോളുടെ കാര്യത്തിലും ജ്വല്ലറിയിലെ കള്ളക്കടത്തിനും എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചെയ്തിരിക്കും. എന്നാൽ നീ ചെയ്യ്. നിന്റെ നിന്റെ നയനേച്ചിയുടെ ഭർത്താവ് ആദർശിനെ അല്ല, നവ്യേച്ചിയുടെ ഭർത്താവ് അബിയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ നവ്യ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്താ നന്ദു നീ പറയുന്നത്? എന്തിനാ അബിയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചന്തുമോൾ ആദർശേട്ടൻ്റെ കൊച്ചല്ലേ? അപ്പോഴേക്കും നന്ദു പറയാ, ചേച്ചി ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ടോ? ഇതിൻ്റെ എല്ലാ തെളിവുകളും ദേ നയനേച്ചിയുടെ ആദർശേട്ടൻ്റെയും കയ്യിലുണ്ട്, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരെ. നിങ്ങളുടെ കുടുംബജീവിതം തകരല്ലല്ലോ എന്നും ചേച്ചി എന്തായിരിക്കും പ്രതികരിക്കുക എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവരത് മറച്ചു വെച്ചതാ. ഈ കഴിഞ്ഞ ദിവസം ഈ അബി അവിടെ പോയിട്ട് ആ അനഘയെ കൊല്ലാൻ ശ്രമിച്ചു. അവരതിൻ്റെ പേരിൽ പരാതി തരികയും ചെയ്തു. അനഘയെ കൂടി തീർത്താൽ പിന്നെ അവൻ രക്ഷപ്പെട്ടല്ലോ. എങ്ങനെയെങ്കിലും അനഘയെ കൊല്ലാൻ നോക്കി നടക്കുകയാണ് അബിയുടെ കുഞ്ഞ് തന്നെയാ ചന്തുമോള്. എന്നിട്ട് നാണമില്ലാത്തവൻ എല്ലാ കുറ്റങ്ങളും ആദർശേട്ടൻ്റെ തലയിൽ ചാർത്തി വെച്ചിട്ട് തല ഉയർത്തി നടക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം ആദർശേട്ടനെ കുറ്റവും പറഞ്ഞ്. അപ്പോഴേക്കും ജലജ പറയാം, നീ വെറുതെ കള്ളത്തെളിവുകളുമായിട്ട് വന്ന് ഇതൊന്നും ഇവിടെ പ്രസ്താവിച്ചെടുക്കാമെന്ന് നോക്കണ്ട. അപ്പം നന്ദു പറയാം, എനിക്കിവിടെ കള്ളത്തെളിവുകളുമായിട്ട് വന്ന് ഒന്നും പ്രസ്താവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ ഈ അബി ചെയ്ത തെറ്റ് തന്നെയാ. അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കി നിങ്ങൾ അവനോട് ചോദിച്ചു നോക്ക്, അവൻ ചെയ്ത തെറ്റല്ലേന്ന്. എൻ്റെ കയ്യിൽ ഇതിന് വ്യക്തമായ തെളിവുകളെല്ലാം ഉണ്ട്, അല്ലാതെ വെറുതെ ഞാനിവിടെ കയറി വരില്ലല്ലോ. അതുപോലെ തന്നെ ജ്വല്ലറിയിൽ അന്ന് നടന്ന കള്ളത്തരങ്ങളും ഇവൻ തന്നെയാണ് ചെയ്തത്, ഇയാളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണപ്പണിയാനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക. അപ്പോൾ അയാളിങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുക, എടോ താനാണോ ഇവന് ഇതിന് കൂട്ടുനിന്നത്? ഈ ജ്വല്ലറിയിൽ വിശ്വസിച്ച് തന്നെ ഞാൻ നിർത്തിയിരുന്നല്ലേ? വർഷങ്ങളായിട്ട് തൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ. അവരാരും ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യോ ഒരു വിശ്വാസവഞ്ചന കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൻ ഇതും ചെയ്തല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയാണ്, അയ്യോ മൂർത്തി സാറേ എന്നോട് ക്ഷമിക്കണം. ഈ അബിസാറ് വന്ന് നിർബന്ധിച്ചപ്പം വീട്ടിലെ ബുദ്ധിമുട്ടോർത്തപ്പം കുറച്ച് പണം കൈ തടയുമല്ലോ എന്നോർത്ത് ഞാൻ അതിനൊക്കെ കൂട്ടു നിന്നതാ. ഇത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പല പ്രാവശ്യവും അബിസാർ എന്നെ വന്ന് കണ്ട് ഭീഷണിപ്പെടുത്താറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥയും ആ പുറം ലോകത്തിനോട് ഞാൻ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ കുടുംബത്തിനെ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മൂർത്തി സാറേ? എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജോലി കളയരുത്. ഞാൻ ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിയോട് നന്ദികേട് കാണിക്കില്ല. എന്നെ സാറിനെ വിശ്വസിക്കാമെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയാം, തന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും ഈ നെറികെട്ടവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ, എന്തായാലും ഞാൻ പരാതി നൽകി. അതുകൊണ്ട് തെറ്റുകാരൻ ഇവനായതുകൊണ്ട് നന്ദു ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം, തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്യും. കാരണം ഇവൻ ചെയ്ത തെറ്റ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുമ്പം ജലജ പറയുക, എൻ്റെ മോനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ അച്ഛൻ പറയുന്നോ? എന്നാൽ പിന്നെ ആദർശിനെയും കൂടെ കൊണ്ടുപോകാൻ പറ.
അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, ആദർശ് ചെയ്ത തെറ്റെന്താ? ഇവൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റെടുത്തതാണോ ജലജയെന്ന് ചോദിക്കുക. അപ്പം നന്ദു അബിയോട് പറയുന്നുണ്ട്, വാ വാ കയറിക്കോളാൻ പറയാണ്. എൻ്റെ ചേച്ചിമാരെ രണ്ടുപേരെ വിഷമിപ്പിച്ച നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല എന്ന് പറയാണ് കേട്ടോ. ആ അനഘയെ കൊല്ലാൻ ശ്രമിച്ച കേസും അതുപോലെ തന്നെ ജ്വല്ലറിയിലെ കള്ളത്തരത്തിൻ്റെ കേസും നിന്റെ തലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒൻ്റെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് പറയാം. അബി അപ്പോൾ പറയുന്നുണ്ട്, നീ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന നീ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ കൂടെ ജീപ്പിൽ കയറി പോവുക. അപ്പോഴേക്കും നവ്യ നിൽക്കവിടെ എന്ന് പറഞ്ഞ് ചാടി വീഴുക. എന്നിട്ട് അബിയോട് ചോദിക്കുക, നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിന്റെ കുഞ്ഞാണല്ലേ ചന്തുമോള്? എനിക്കപ്പോഴേ സംശയം തോന്നിയിരുന്നു. ആദശേട്ടനും നയനയും എൻ്റെ മുന്നിൽ നിന്ന് ഇത് മറച്ചപ്പോഴേ ഞാൻ നിന്നോട് പല പ്രാവശ്യം ചോദിച്ചതല്ലേ എന്ന് ചോദിച്ച് ഒറ്റ ഒരെണ്ണം അബിക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നവ്യ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്